ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷ് എത്ര സോറി പറഞ്ഞിട്ടും നിധി കേൾക്കുന്നില്ലെന്ന് കണ്ട സുധീഷ് വേറൊരു നമ്പർ ഇട്ടു നോക്കുന്നു. അവിടെ നിധിയുടെ കൂടെ നിൽക്കുന്ന മറ്റു പെൺകുട്ടികളോട് ഐ ആം സോറി എന്ന് എഴുതി നിധിയുടെ കയ്യിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. അതുപ്രകാരം അവർ അത് ചെയ്യുമ്പോൾ ഇതെന്തിനാ എല്ലാവരും എൻ്റെ കയ്യിൽ ഇങ്ങനെ എഴുതി തരുന്നത് എന്ന് നിധി ചോദിക്കുന്നു. ഇത് ഇപ്പൊ വന്ന ആൾ തരാൻ പറഞ്ഞതാ. അയാളെ കണ്ടിട്ട് പാവമാണ് എന്ന് തോന്നുന്നു. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? അതാണോ നീ ആ വീട്ടിൽ നിന്ന് പോന്നത്? അല്ലെങ്കിലും ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ ഇത്രയും സോറി പറഞ്ഞില്ലേ, നിധിക്കത് ക്ഷമിച്ചൂടെ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. നിധി ഒന്നും മിണ്ടാതെ കിടക്കുന്നു. കിളിക്കൂട്ടിലാണെങ്കിൽ നികേഷിന് പനി വന്നിട്ട് സുഭാഷ് ഡോക്ടറുടെ അടുത്തൊക്കെ കൊണ്ടുപോയി. എല്ലാത്തിനും കാരണം സുധീഷാണ് എന്ന് ഹരീഷും നികേഷും പറയുന്നു. നികേഷിന് ശരിക്കും നിധിയെ മിസ്സാവുന്നുണ്ട്, പ്രത്യേകിച്ചും പനി വരുന്ന സമയത്ത്. നിധിയുടെ പരിചരണവും ശുശ്രൂഷയും ശരിക്കും ഒരു അമ്മയുടെ സാന്നിധ്യം നികേഷിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ആയപ്പോൾ രാത്രി ഫോൺ എടുത്ത് നിധിയെ വിളിക്കുന്നുണ്ട്. എടത്തി പോയ പിന്നെ ഈ വീട് വീണ്ടും ഒരു നരകമായി. എനിക്ക് പനി വന്നിട്ട് നോക്കാൻ പോലും ആരുമില്ല, ഞാൻ അനാഥനായി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് നികേഷ്. ഇത് കേട്ടിട്ട് നിധിക്ക് വിഷമമാവുന്നു. നികേഷിനെ ആശ്വസിപ്പിച്ച് നമുക്ക് നാളെ കാണാം എന്ന് പറയുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.